നമസ്കാരം. യൂട്യൂബിന്റെ ആർട്ട് ഫ്രണ്ട്ലി കണ്ടന്റ് പോളിസിയിൽ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് മോണിറ്റൈസേഷനിലൂടെ പൈസ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആർട്ട് ഫ്രണ്ട്ലി കണ്ടന്റുകൾ അല്ല നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോകളിൽ അഡ്വർടൈസ്മെന്റുകൾ വരത്തില്ല. അഡ്വർടൈസ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പൈസ ഇല്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ പ്രോപ്പർ ആയിട്ട് ആർട്ട് ഫ്രണ്ട്ലി കണ്ടന്റ് പോളിസി നമ്മൾ ഫോളോ ചെയ്യണം. ഇപ്പൊ ചെറിയ ഒന്ന് രണ്ട് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ചെറുതായിട്ട് തോന്നുമെങ്കിലും ഈ കാര്യങ്ങൾ ഒരുമാതിരിപ്പെട്ട പല ക്രിയേറ്റേഴ്സും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഡിസ്ട്രസ് പോളിസിയിലാണ് ഇപ്പൊ മാറ്റം വന്നിട്ടുള്ളത്. അതെന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാറ് അവസാനം വരെ കാണുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കമന്റുകൾക്കും റിപ്ലൈ തരുന്നതാണ്. അപ്പം ആർട്ട് ഫ്രണ്ട്ലി ഗൈഡ് ലൈൻ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോകളിലും അഡ്വർടൈസ്മെന്റുകൾ വരണമെന്നൊന്നും നിർബന്ധമില്ല. യൂട്യൂബിന് അഡ്വർടൈസ്മെന്റിനും ഒരു പോളിസി ഉണ്ട്. ഇന്ന രീതിയിലുള്ള വീഡിയോകളാണെങ്കിൽ മാത്രമേ അതിൽ അഡ്വർടൈസേഴ്സ് ആഡ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ആ പോളിസി ഫോളോ ചെയ്യാത്ത കണ്ടന്റുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടിയെന്ന് വരാം. പക്ഷെങ്കിൽ നമ്മൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ ആ ഒരു പർട്ടിക്കുലർ വീഡിയോയുടെ മാത്രമായിട്ട് മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്യാം. അല്ലെങ്കിൽ വ്യൂ ഒരുപാട് കാണും, പക്ഷെങ്കിൽ അതിൽ ഏണിങ്സ് ഉണ്ടായിരിക്കത്തില്ല. ഇത് ലോങ് വീഡിയോസിലും ഷോർട്ട് വീഡിയോസിലും ഒരേപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ്. അപ്പം ആർട്ട് ഫ്രണ്ട്ലി കണ്ടന്റുകൾ തന്നെ അപ്ലോഡ് ചെയ്യുക, എന്നെങ്കിൽ മാത്രമേ മോണിറ്റൈസേഷനിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഡിസ്ട്രസ് പോളിസിയിലാണ് ഇവിടെ മാറ്റം വന്നിരിക്കുന്നത്. ഡിസ്ട്രസ് പോളിസി ഹ്യൂമൻസിലും ആനിമൽസിലും ഒരേപോലെയാണ് വരുന്നത്. പലരും വിചാരിച്ചിരിക്കുന്നത് ഇഞ്ചുറീസ് അല്ലെങ്കിൽ ബ്ലഡ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നതാണ് ഈ ഡിസ്ട്രസ് പോളിസിയിൽ വരുന്നതെന്നാണ്. പക്ഷെങ്കിൽ അത് മാത്രമല്ല, കുറച്ച് കാര്യങ്ങളോട് ഇപ്പൊ യൂട്യൂബ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ പെയിൻസ്, ഫിയർ, ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്ട്രസ് പോളിസിയിൽ വരികയും അതായത് ആർട്ട് ഫ്രണ്ട്ലി കണ്ടന്റ് അല്ലാതെ മാറുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ ചിലപ്പോൾ നഷ്ടപ്പെടാം. അതല്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാം. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ കരയുന്ന വീഡിയോകൾ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ടിലായാലും ലോങ് വീഡിയോയിലായാലും അതിന് കുറച്ച് റീച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആളുകൾ പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങളെ യൂസ് ചെയ്തുകൊണ്ട് വ്യൂ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഒക്കെ അതിൽ ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ മുമ്പോട്ടുള്ള സമയത്ത് അത് പറ്റത്തില്ല. മറ്റുള്ളവരുടെ ഇമോഷനും പെയിനും അവരുടെ ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനും ഒക്കെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടി ഇനി യൂട്യൂബിൽ നടക്കത്തില്ല എന്ന് ചുരുക്കം. ആനിമൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഈ പോളിസി സെയിം തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഡോഗ്, അത് വലിയൊരു ട്രാപ്പിൽ പെട്ട് കിടക്കുന്നു, അത് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു. അതും ഈ ഒരു ഡിസ്ട്രസ് പോളിസിയിലേക്ക് വരും. അപ്പൊ ഇതുപോലെ ഡോഗിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഏത് ആനിമൽസിനെ നമ്മൾ അതിന്റെ ഒരു സിറ്റുവേഷൻ, അതായത് അതിന്റെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ അത് വീഡിയോ ആക്കി അതിലൂടെ നമ്മൾ വ്യൂ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കാൻ നോക്കിയാൽ അത് മോണിറ്റൈസേഷൻ കിട്ടുന്ന കണ്ടന്റ് ആയിരിക്കത്തില്ല. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് വീഡിയോയ്ക്കുള്ളിലെ കാര്യമാണ്. ഇനി തംബ്നെയിലും ഇതേപോലെയുള്ള പരിപാടികൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ, അതായത് ഡിസ്ട്രസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തംബ്നെയിൽ കാണിച്ചിട്ട് വ്യൂ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഉള്ള കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്യും, CTR കൂടും, നമുക്ക് കൂടുതൽ വ്യൂ കിട്ടും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് പലരും ഇത് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഡിസ്ട്രസ് ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പതിക്കായിട്ട് കാണിച്ച് അതിലൂടെ വരുമാനം ഉണ്ടാക്കാനായിട്ട് നോക്കരുത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡിസ്ട്രസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഒരു ഡോഗ് അത് എന്തെങ്കിലും ഒരു ട്രാപ്പിൽ വെട്ട് കിടക്കുന്നു, അതിൽ നിന്ന് അതിനെ രക്ഷിച്ചതിന് ശേഷമുള്ള അതിന്റെ ആ ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് ബാക്കി അതിന്റെ തുടക്കത്തിൽ ആ ഡിസ്ട്രസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അത് ഹൈഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റോറി ആയിട്ട് അത് പറയാം, ഇന്ന സംഭവം സംഭവിച്ചു, അതിനുശേഷം അതിന് നമ്മൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ രീതിയിലാണ് ഉള്ളതെന്ന് വേണമെങ്കിൽ പറഞ്ഞ് സ്റ്റോറിയാക്കി അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ നമ്മൾ തുടക്കം തൊട്ട് അതിന്റെ ആ എല്ലാ ഡിസ്ട്രസ് ആയിട്ടുള്ള അവസ്ഥകളും നമ്മൾ കാണിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെയാണ് മോണിറ്റൈസേഷന്റെ ഇഷ്യൂ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരാളുടെ പെയിൻ സ്റ്റോറി ഫോക്കസ് ആകരുത്, അതിന്റെ സൊല്യൂഷൻ എന്താണോ അതായിരിക്കണം ഫോക്കസ് ആയിട്ട് വരേണ്ടത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ ഒരു പോളിസിയിൽ കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടന്റുകൾ അതേപോലെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മോണിറ്റൈസേഷൻ തുടക്ക സമയത്തിലൊക്കെ കാണും, പിന്നീട് മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം യൂട്യൂബ് ഇങ്ങനെ ഒരു പോളിസി കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ടും നമ്മൾ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇമോഷണൽ ആയിട്ടുള്ള കണ്ടന്റുകൾ കാണിക്കാൻ പറ്റത്തില്ല എന്ന്. ഇമോഷണൽ ആയിട്ടുള്ള കണ്ടന്റുകൾ കാണിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെങ്കിൽ ഡിസ്ട്രസ് ആയിട്ടുള്ള കണ്ടന്റുകൾ കാണിക്കാതെ ഇരിക്കുക. ഇത് മാത്രമാണ് നമ്മൾ ഈ ഒരു പോളിസിയിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരാളുടെ പെയിൻ ഫോക്കസ് ആകാതെ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണോ അത് ഫോക്കസ് ആയിക്കൊണ്ടുള്ള സ്റ്റോറിയായി നമ്മുടെ കണ്ടന്റുകളെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോളിസിയിൽ വന്ന മാറ്റം നമുക്ക് ഒരു രീതിയിലും പ്രശ്നമായിട്ട് മാറത്തില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളുള്ള വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.